തന്റെ കൈകൾ ശുദ്ധമെന്ന് ആവർത്തിച്ച് പിണറായി വിജയൻ. തനിക്കോ മകൾക്കോ ഹവാല ഇടപാടിൽ പങ്കില്ല. വീണ തന്റെ മകളായതുകൊണ്ടാണ് ഇഡി വിചിത്രമായ നടപടികൾ സ്വീകരിക്കുന്നത്. ഇനിയും വിവരങ്ങൾ വേണമെങ്കിൽ വീണ നൽകുമെന്നും പിണറായി വിജയൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ PS പ്രശാന്തിന് ജാമ്യമില്ല. മുൻ ദേവസ്വം ബോർഡ് അംഗം അജികുമാറിന് ജാമ്യം. ആരോഗ്യാവസ്ഥ പരിഗണിച്ച് അജികുമാർ ജാമ്യം നൽകി. SFI മുൻ സെക്രട്ടറി PM ആർഷോയ്ക്കെതിരെ MGS സർവകലാശാലയുടെ അന്വേഷണം. ഹാജരില്ലാതെ 7ാം സെമസ്റ്ററിലേക്ക് പ്രവേശനം നൽകിയ നടപടിയിൽ പരിശോധന. പുതിയ അന്വേഷണം ഇടത് സിൻഡിക്കേറ്റ് ഒത്തുതീർപ്പാക്കിയ കേസിൽ. ജലമേളക്കൊരുങ്ങി പുന്നമട. ആവേശത്തുഴേറിയാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ചുണ്ടൻ വള്ളങ്ങളടക്കം 71 വള്ളങ്ങൾ മാറ്റി. PSC പരീക്ഷാ ക്രമക്കേടിൽ ഇടപെട്ട് ഗവർണർ. ബന്ധപ്പെട്ട പരാതികളിൽ ഗവർണർ വിശദീകരണം തേടി. PA സെക്രട്ടറിയെ ലോക്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ആരാഞ്ഞു. അന്വേഷണവുമായി PSC പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് സെക്രട്ടറിയുടെ വിശദീകരണം. മംഗലാപുരം മേഖല പാലക്കാട് ഡിവിഷനിൽ നിന്ന് ഒഴിവാക്കിയതോടെ കേരളത്തിന് വൻ തിരിച്ചടി. ഡിവിഷന്റെ വരുമാനത്തിൽ 60% വരെ കുറവുണ്ടായേക്കും. പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നതിലും തിരിച്ചടിയുണ്ടാകും. റെയിൽവേ ബോർഡിന്റെ തീരുമാനം ഏകപക്ഷീയമെന്ന് മുഖ്യമന്ത്രി. കൊച്ചി മെട്രോയുടെ പേരുമാറ്റം തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം സംസ്ഥാന സർക്കാരിനാണെന്ന് KMRL. പേരുമാറ്റം സംബന്ധിച്ച് ഇതുവരെ കേന്ദ്രം നിർദ്ദേശമൊന്നും നൽകിയിട്ടില്ല. കേരളത്തിൽ മറ്റു പദ്ധതികൾ കൂടി വരുന്നത് പരിഗണിച്ചാണ് പേരിൽ മാത്രം മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തതെന്നും വിശദീകരണം. തിങ്കളാഴ്ച മുതൽ മിഡിൽ ഈസ്റ്റിൽ ഉപരോധ യുദ്ധം. ഇറാനെതിരായ US-ന്റെ സാമ്പത്തിക ഉപരോധങ്ങൾ പ്രഖ്യാപിക്കും. ഇറാന് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്ന ഏതൊരു രാജ്യത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും US. ചൈന ഉൾപ്പെടെയുള്ള ടെഹ്റാന്റെ പ്രധാന വ്യാപാര പങ്കാളികളെയും ഉപരോധം ബാധിക്കുമെന്ന് വിശദീകരണം. യുദ്ധം അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഇറാൻ പ്രസിഡന്റ്. US-നേക്കാൾ ശക്തമായ നിലയിലാണ് ഇപ്പോൾ ഇറാൻ ഉള്ളതെന്നും അവകാശവാദം. യുദ്ധത്തിൽ ഇറാൻ വിജയം നേടിയെന്ന് ലോകം അംഗീകരിച്ചുവെന്നും മസൂദ് പെസഷ്കിയാൻ. ത്രിരാഷ്ട്ര ഉടമ്പടിയുടെ ഭാഗമാകാൻ താൽപര്യം പ്രകടിപ്പിച്ച് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ സൗദി സന്ദർശിക്കും. ഇന്ത്യയിലേക്ക് വരില്ലെന്നും സ്ഥിരീകരണം.